നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വസുന്ധരയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ അപർണയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അതെ ഇനി ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ തരണം. അതിപ്പോ പുറത്തുപോയി ചികിത്സിക്കാനായിട്ട് തമ്പി സാറിന് പണമില്ലാത്തോണ്ടൊന്നും അല്ലോ, പിന്നെ എന്താ കുഴപ്പം, നീക്ക് രണ്ടുപേർ കൂടെ പോയാൽ പോരെന്ന് വസുന്ധരാമ്മയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപർണ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാ. പിന്നെ ഈ അമ്മ എന്തിനാ ഇങ്ങനെ മടിക്കണമെന്ന് മാത്രം എനിക്കറിയത്തില്ലാത്തോളെന്ന് പറയാം. അമ്മേ, അസുഖം എത്രയും പെട്ടെന്ന് കുറയണം, നെഫ്രൈറ്റിസ് രോഗമല്ലേ, അതിന് ഡൽഹിയിലാണ് നല്ല ചികിത്സ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ പോരെ, അമ്മയ്ക്ക് അച്ഛനോട് പോയാൽ പോരെന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ശരി തന്നെയാ, ഇത് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ, പിന്നെ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കണം എന്ന് ചോദിക്കാം. വസുന്ധരാമ പറഞ്ഞു, ഇപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ലെന്ന് പറയാം ഞാൻ. അതെന്താ, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഡോക്ടർക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇപ്പൊ എനിക്ക് എന്താണ് ഇവിടുന്ന് ഒരിടത്തേക്ക് മാറി നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു അപർണ പറഞ്ഞു, അത് പിന്നെ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാം. നിനക്കതൊക്കെ പറയാം അപർണേ, എൻ്റെ മനസ്സിലെ വിഷമം എനിക്കല്ലേ എടുത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, ഡോക്ടർക്ക് പോയി ചായ എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വസുന്ധരാമ മനസ്സിൽ ഓർക്കുക, ഒരു കാര്യമില്ലാതെ ജാനകി എന്താണെങ്കിലും പരാതി കൊടുക്കില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരിക്കണം, എന്താണെന്ന് അറിയത്തില്ല. തമ്പിയേട്ടൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ചിന്ത വസുന്ധരയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് അമല് രാധാമണി വരസരെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അമലിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി മോള് പൊന്നൂസ് കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, അതെ ഇതാരാന്നറിയാവോ, എൻ്റെ ചെറിയച്ഛനാന്ന് പറയണ, ഞാൻ ചെറിയെന്ന കേട്ടോ അമ്മമ്മയെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞ് അമലിനെ പരിചയപ്പെടുത്തോണം രാധാമണി വരസർക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പം രാധാമണി വരസർ ഇങ്ങനെ നോക്കി, പിന്നീട് അമലിനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ജാനകി പറഞ്ഞ്, കണ്ടില്ലേ അമ്മയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നത്, അമ്മ ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് അമല് രാധാമൻ്റെ അടുത്ത് ഇരുന്നിട്ട് ആ കൈയൊക്കെ എടുത്തുനിന്ന് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ, ഞാനേ അഭിയണ്ട അനുജനാന്ന് പറയണം. ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇത്ര സമയം ചിരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറി, മുഖം ഇരുണ്ട് അങ്ങോട്ട് വന്നു. ആ സമയം ജാനകി പറഞ്ഞു, കണ്ടില്ലേ ഇത്ര സമയം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നല്ലോ, പക്ഷെ പെട്ടെന്ന് മുഖം മാറിയതുണ്ടോ, ഇങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് വരെ പുറത്തുനിന്ന് ഒരാളെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ സന്തോഷിച്ചിട്ടില്ല, ഒരു മുഖത്തൊരു ചിരിയൊന്നും വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടിട്ട് അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുതെന്ന് പറയണം. അമ്മല് പറഞ്ഞു, അതെ എന്നെ മനസ്സിലായി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. പിന്നീട് പൊന്നുവിനോട് പറഞ്ഞു, പൊന്നു അതെ ചെറിയ കൊണ്ടുവന്ന സ്വീറ്റ്സിലെ ആ ലഡു ഇങ്ങോട്ട് എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ പൊന്നു പോയി ലഡു എടുക്കാനായിട്ട് പോവാണ്. അബി പറഞ്ഞു, അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മശക്തി തിരികെ കിട്ടു കേട്ടോ, അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറയണം. പിന്നീട് ജാനകിയോട് ചോദിച്ചു, അല്ല ജാനകി എടുത്തി നമുക്ക് അളകാപുരിയിലേക്ക് അമ്മയെ കൊണ്ടായാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഈ സമയം ജാനകി പറഞ്ഞു, നിനക്കറിയാലോ അമ്മലെ അമ്മയുടെ കണ്ടീഷൻ എന്താന്ന്. ഈ സമയം അമല് രാധാമണിയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ ദേ ജാനി അടുത്തേക്ക് അഭിയാടിന് ഒരു വീടുണ്ട് അവിടെ അളകാപുരി, അങ്ങോട്ടേക്ക് വരണം, നമുക്കവിടെ എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കഴിയാം എന്നൊക്കെ പറയണം. അതുകൊണ്ട് ജാനകി പറഞ്ഞു, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മലെ, അറിയാലോ അവിടെ അപർണയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ, പിന്നെ അമ്മയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും, അതൊന്നും ഓർത്ത് ജാനിയടുത്ത് വിഷമിക്കണ്ട, എത്ര കാലം ഇവിടെ നിൽക്കുന്നേ, നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറയണം. അപ്പോഴേക്കും പൊന്നു ലഡുവൊക്കെ ആയിട്ട് വരുവാണ്. ലഡു കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അമൽ എന്ത് ചെയ്യുവാണ്, അത് കൂട്ടൊരു പീസ് എടുത്ത് നേരെ രാധാമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുവാണ്. പിന്നീട് പറഞ്ഞു, അമ്മേ വാ തുറക്കമ്മേ, ഈ മധുരം കഴിക്കാൻ പറയണം. പക്ഷെ രാധാമണി ഇങ്ങനെ നോക്കിയതല്ലാതെ വായം തുറന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അമലിൻ്റെ ജാനകിയുടെ എല്ലാം മുഖം മങ്ങി, അമ്മയുടെ ആ മുഖത്തുണ്ടായ ഭാവവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു. എന്താ അമ്മ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പറയണം, കുറെ 2-3 വട്ടം പറഞ്ഞു, എന്നിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, വാ തുറക്കാൻ ഒന്നും കൂട്ടാക്കില്ല. അവസാനം അമൽ പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലേ ഈ മധുരം കഴിക്കാത്തെന്ന് പറയണേ. പെട്ടെന്ന് ആ മുഖത്തൊരു ചിരി വന്നിട്ട് വാ തുറക്കുകയാണ്. അമലിൻ്റെ സന്തോഷമായി. അമലങ്ങനെ മധുരം വെച്ച് കൊടുക്കുകയാണ്, ലഡു വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവർ സന്തോഷത്തോടെ ചെലവിടുവാണ്. പിന്നീട് നേരെ അബിയും ജാനകിയും അമലും കൂടെ അവിടെ മാറിപ്പോയി സംസാരിക്കുകയാണ്. ആ സമയത്ത് അബിയോട് അമല് പറഞ്ഞു, എനിക്ക് എന്തായാലും സന്തോഷമായി, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതെ രാധാമണി അമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി, എന്നെ മനസ്സിലായി, ഞാൻ അബിയൻ്റെ അനുജനാന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ നോക്കി ചിരിച്ചെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, നല്ല കഥയായി, സ്വന്തം മോളെ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെയാണോടാ നിന്നെ തിരിച്ചറിയണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ജാനകിയുടെ മുഖത്തെ ആ സന്തോഷം അങ്ങോട്ട് മാഞ്ഞു. അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ജാനകി, ക്രൂരമായ തമാശയായിട്ട് കണക്ക് കൂട്ടല് കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ അമ്മ ചിലപ്പോൾ ചിരിക്കുന്നത് എന്താന്ന് പോലും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ലെന്ന് അബി പറയണം. അമ്മല് പറഞ്ഞു, അതൊക്കെ മാറും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാലെന്ന് ചോദിക്കാം. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ, അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്ന പറയണേ.
അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ തമ്പി എങ്ങനെ വന്നിട്ട് അതോടെ തീരും. തമ്പി വന്ന് കണ്ടുപിടിച്ച അമ്മയെ കൊന്നുകളയാനും മടിക്കില്ലാന്ന് പറയണം. അത് കേട്ടപ്പോൾ അമല് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തമ്പിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? തമ്പി അകത്ത് കിടക്കില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് പണം ഉള്ളതുകൊണ്ട് അയാൾ പണം വലിച്ചെറിഞ്ഞ് എന്ത് നേടും? അതുകൊണ്ട് അയാൾ ഒരിക്കലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം. ആ സമയം പൊന്നൂസ് അങ്ങോട്ട് വരുന്നത്. പൊന്നൂസ് വരുമ്പോഴത്തേനും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. പൊന്നൂസ് പെട്ടെന്ന് അവിടെ അങ്ങോട്ട് നിന്നു. ആ പൊന്നൂസ് കേൾക്കുന്ന കാര്യം അപർണയുടെ അച്ഛൻ തമ്പി തൻ്റെ അമ്മയുടെ അച്ഛനാന്നുള്ള കാര്യമായിരുന്നു. അമല് പറയുമായിരുന്നു ആ കാര്യം. അല്ല അഭിയേട്ടൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഈ രഹസ്യം മൂടി വെക്കുന്നേ? എത്രയാന്ന് പറഞ്ഞാൽ അപർണ എപ്പോഴാണല്ലോ അറിയും. ഒരു കാര്യം ചെയ്യുക, അപർണയോട് ഈ കാര്യങ്ങൾ തുറന്നു പറ. നിന്റെ ചേച്ചിയാണ് ജാനകി എന്നുള്ള കാര്യം, അത് മാത്രമല്ല തമ്പിയുടെ മോളാണ് ജാനിയടുത്തി എന്നുള്ള കാര്യം, ഇതങ്ങോട്ട് തുറന്നു പറയാനോ കുഴപ്പമില്ലോ. ഇത് കേട്ട് പൊന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയി. അങ്ങനെയാണോ? എന്നിട്ടാണോ തമ്പിയപ്പൂവും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഇത്രയും നാളും തൻ്റെ അമ്മയ്ക്ക് അച്ഛനില്ല അമ്മയില്ല എന്നുള്ള കാര്യമൊക്കെ? അതൊക്കെ ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ നോവിക്കുന്നൊരു കാര്യമാണ്. അത് കേട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയം ഹബി പറഞ്ഞു, എടാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസിയാ. ഈ പറഞ്ഞ അപർണയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണയെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലയെന്ന് പറയണം. ജാനകിയോട് ശരിയാ, അതിന് തെളിവുകളും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. എൻ്റെ അമ്മയാണ് രാധാമണി അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കളിയാക്കി ചിരിക്കത്തുള്ളൂ. അമ്മയെന്നുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ല. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാവർക്കും കളിയാക്കാനായിട്ടൊരു കാരണമായി. എനിക്കതൊന്നും കുഴപ്പമില്ല അമ്മലെ. എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയാൽ മതി, എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയാൽ മതി. എല്ലാവരുടെയും മുന്നിൽ എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ള സന്തോഷം എൻ്റെ അമ്മ തരുന്നുണ്ട്, അത് മതി എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ അമല പറഞ്ഞു, എന്നാലും അങ്ങനെയല്ലോ ജാനിയടുത്തി എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല അമലെ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള, നടക്കുമ്പോൾ നടക്കട്ടെ എന്നൊക്കെ പറയണം. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് അമല അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് അമൽ പോയി കഴിഞ്ഞതിന് ശേഷം പൊന്നു അങ്ങോട്ട് ചെന്നിട്ടാണ്. പൊന്നു എന്നിട്ട് ആപ്പടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ജാനകി ചോദിച്ചു, എന്താ പൊന്നൂസേ നിന്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്ന് ചോദിക്കും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയോ? ഞാനിതിനെ കള്ളത്തരം പറയണേ, എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഈ അപർണ ചെറിയമ്മ ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയമ്മ അല്ലേന്ന് ചോദിക്കുക. അതെ, ചെറിയമ്മ തന്നെയാണ്. അത് മാത്രമല്ല നിന്റെ ചെറിയമ്മ നിന്റെ ചെറിയമ്മ തന്നെയാ. അതല്ലമ്മേ, പിന്നെയോ? അതെ, വേറൊരു കാര്യമുണ്ട്. ഈ അപ്പൂപ്പനില്ല, തമ്പിയപ്പൂപ്പനില്ലേന്ന് ചോദിക്കും. തമ്പിയപ്പൂപ്പനുണ്ട്. തമ്പിയപ്പൂപ്പൻ എന്താ കുഴപ്പം? തമ്പിയപ്പൂപ്പൻ്റെ മോളല്ലേ അപർണ ചെറിയമ്മ? അതെ, അപ്പം അമ്മയും തമ്പിയപ്പൂപ്പൻ്റെ മോളല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി ഒന്ന് ഞെട്ടി. ജാനകി ചോദിച്ചു, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കണം. അത് പിന്നെ അമ്മ ഞാൻ പെട്ടെന്ന് അബി അങ്ങോട്ടേക്ക് വന്നു. അബി കേട്ടു ഈ പറയണൊക്കെ. അബി ചോദിച്ചു, എന്താ പൊന്നൂസ് നീ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല തമ്പിയപ്പൂപ്പൻ്റെ മോളല്ലേ എൻ്റെ അമ്മ എന്ന് ചോദിക്കണം. അല്ല നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. അത് പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനകി ഇത്രയും നാളും പൊന്നൂസ് ഇത് അറിയില്ലെന്ന് വിചാരിച്ചു. പിന്നീട് ജാനകി ദേഷ്യപ്പെട്ടു പറഞ്ഞു, കേട്ടില്ല അബിയേട്ടാ ഇവള് പറഞ്ഞത്. ചെറിയവായ വലിയ വർത്താനം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. ആ സമയത്ത് അബി പറഞ്ഞു, മോള് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പൊന്നൂസിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് അബി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സാരമില്ല പോട്ടെ, അവൾ കുഞ്ഞല്ലെന്ന് ചോദിക്കുക. കുഞ്ഞാണ് പോലും, അവൾ മനസ്സിലുണ്ടത്. അവൾ പറഞ്ഞത് കേട്ടോ. അവൾ ഒരിക്കലും അറിയില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം എനിക്ക് അയാളുടെ മോളെന്നുള്ള ലേബല് കിട്ടണ്ട, അങ്ങനെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ അച്ഛനായിട്ട് കാണുകയും വേണ്ട, ആരും അതിനെക്കുറിച്ച് പറയുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. അബി പറഞ്ഞു, പോട്ടെ, നമ്മുടെ മോളല്ലേ, അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നും ഇരിക്കാത്തതുകൊണ്ടല്ലേ അവൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചേ. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയെ സമാധാനിപ്പിക്കണം. പക്ഷെ ജാനകിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. പിന്നീട് സക്കീർ വക്കീലും ഉണ്ണിത്താൻ വക്കീലും കൂടെ തമ്മിൽ ബാറി വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ കേസിനെ കുറിച്ചൊക്കെയാണ്. ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു, കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. മേരിക്കുട്ടി അമ്മയെ കൂടെ ഇതിനകത്ത് സാക്ഷിയാക്കണം. മേരിക്കുട്ടി അമ്മയും വന്ന് സാക്ഷികളും വഴിയൊക്കെ പറയണല്ലോ. മാധവ് വരുടെ കേസ് കുത്തിപ്പോക്കണം. ആ കേസിന്റെ തുടർച്ചയായിട്ട് വേണം ഈ കേസ് കോടതിയിൽ കൊണ്ടുവരാനെന്ന് പറയണം. അത് കേട്ട് സക്കീർ വക്കീൽ പറഞ്ഞു, അത് ശരിയാ, അത് ശരിയായിട്ടൊരു കാര്യമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാം. അത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു, അത് ശരിയാ, ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴാണ് തമ്പിയുടെ വരോ. ഓഹോ, അപ്പം രണ്ടുപേരും കൂടെ ഇരുന്ന് എന്നെ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സക്കീർ വക്കീലും ഉണ്ണിത്താൻ വക്കീലും പരസ്പരം നോക്കുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.